ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട്, അല്ലേ? നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് വല്ല ഗെയിം കളിക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോലീസ് വന്ന് നമ്മുടെ മക്കളെ വെടിവെച്ചുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവും? ടൊറന്റോയിൽ ഇങ്ങനെ സംഭവം നടന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ടൊറന്റോയിലുള്ള US കോൺസുലേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ US വിസ അടിക്കാൻ വേണ്ടി പോണ സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ടുള്ള ഏതൊരു US കോൺസുലേറ്റിലും പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അവിടെ എന്ന് പറഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി ആണ്. അതിന്റെ പരിസരത്ത് കാറ് പാർക്ക് ചെയ്യാനോ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇന്റർവ്യൂവിന് പോണ സമയത്ത് നമ്മുടെ കയ്യിൽ താക്കോല്, മൊബൈൽ ഫോൺ, ഒരൊറ്റ സാധനം പാടില്ല. അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാർ പിള്ളേര് 17-18 വയസ്സുള്ള രണ്ട് പിള്ളേര് ചെന്നിട്ട് അതിന്റെ മുമ്പിൽ നിന്നിട്ട് വെടിവെച്ചു. അവര് ഗണ്ണ് വെച്ചിട്ട് പിസ്റ്റൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് അവർ ഓടിപ്പോയി. അങ്ങനെ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് അന്വേഷണങ്ങളായി. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് ആളെ കിട്ടി. ഒരു വീട്ടില് അവര് ഒരു വീട് പോലീസ് വളഞ്ഞു. അതിനകത്ത് രണ്ട് കുട്ടികളുള്ളത്, ചെറുപ്പക്കാരുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ട ശ്രമത്തില് അവര് വീടിനകത്തുനിന്ന് പുറത്തേക്ക് പോലീസിനെതിരെ വെടിവെച്ചു. അപ്പൊ എന്തുണ്ടായി? പോലീസ് തിരിച്ചു വെടിവെച്ചു. അതില് ഒരു പയ്യൻ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു 17-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് സിറ്റുവേഷൻ. അപ്പോ ഈ പിള്ളേര് പോലീസുകാരെ വെടിവെച്ചപ്പോ സ്വാഭാവികമായിട്ട് എന്താ പറ്റിയത്? അതിലൊരു പോലീസുകാരൻ മരിച്ചു. ഒരു വെള്ളക്കാരൻ പോലീസുകാരൻ മരിച്ചു. അതുകൊണ്ടാണ് അവർ തിരിച്ചങ്ങോട്ട് പടച്ചിട്ട് അങ്ങനെ കൊച്ചിന്റെ വെടിവെക്കേണ്ട സിറ്റുവേഷൻ വന്നേ. അപ്പോ അതവിടെ നിൽക്കണു. അത് കഴിഞ്ഞു. രണ്ടാഴ്ച മുമ്പ് 12 വയസ്സുള്ള ഒരു കൊച്ചിനെ അവന്റെ അപ്പന്റെ ടെസ്ല കാറിന്റെ ഉള്ളിലേക്ക് പോലീസ് വെടിവെച്ചിട്ടിട്ട് അവനെ ഇതേമാതിരി ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളും പെട്ടെന്ന് വിചാരിക്കും പോലീസ് എന്തിനാണ് ഇത് ഇത്രയും എന്താ പറയുക പിള്ളേരെ മെത്തിക്ക് കയറണേ എന്നുള്ളത്. അവൻ ചെയ്ത മിസ്റ്റേക്ക് എന്തായിരുന്നു വെച്ചെങ്കിൽ സ്വന്തം അപ്പന്റെ വണ്ടി എടുത്തിട്ട് അപ്പം പോലും അറിയാതെ നൈസായിട്ട് വണ്ടി എടുത്ത് ആള് നേരെ റോഡിലേക്ക് ഇറങ്ങി. 12 വയസ്സുള്ളതെന്ന് ആലോചിക്കണം. ലൈസൻസ് ഇല്ല, ഒരു കാര്യമില്ല. നന്നായിട്ട് അവൻ ഇങ്ങനെ എന്താ പറയാ റാഗ് ഡ്രൈവിംഗ് എന്ന് പറയില്ലേ, വെച്ചടിച്ചങ്ങ് 100-100 പോയി. ആരോ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് പിന്തുടർന്നു. ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് പോലീസ് നമ്മളെ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമ്മള് റൈറ്റ് സൈഡിലേക്ക് പുൾ ഓവർ ചെയ്യുക, നമ്മൾ അവിടെ ഇരിക്കുക. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനേ പാടില്ല. ഇവൻ വണ്ടി എടുത്ത് 100-100 കത്തിച്ചു വിട്ടു. പോലീസ് വളഞ്ഞു. ഒരുപാട് ദൂരങ്ങളാണ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പോലീസിന് ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തു. എന്താ പറയാ കോപ്റ്ററും എല്ലാം വന്നു. സാധനം അവർ വെടിവെച്ചു. വെടിവെച്ചിട്ട് അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായത് 12 വയസ്സുള്ള പയ്യനാന്നുള്ളത്. ഇത് കാനഡയാണ്. അതിന്റെ പേരിൽ വേറെയുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. CBCയിൽ വന്നൊരു ന്യൂസാണിത്. ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് US കോൺസുലേറ്റിന് എതിരെ വെടിവെക്കാൻ മാത്രം ഈ പയ്യന്മാർക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നല്ല അക്കാഡമിക് സ്കില്ലൊക്കെയുള്ള, വേറെ ഒരു കച്ചറയില്ലാത്ത, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പിള്ളേരാണ് ഈ ഒരു സാധനത്തിന് മുതിരുന്നത്. എന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. സ്കൂളിലേക്ക് പോയ കുട്ടീനെ സ്കൂൾ ബസ്സിൽ നിന്ന് പോലീസ് പോക്കി. എന്താ കാരണം? അവര് അവിടെ സ്കൂളിൽ തോക്ക് കൊണ്ടുപോയിട്ട് അന്ന് അവിടെ പിള്ളേരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഇവർക്ക് എവിടെ നിന്നാണ് ഈ കൊട്ടേഷൻ എല്ലാം കിട്ടണത് എന്നുള്ളതാണ്. ഇതറിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ വീടുകളിലും ഇതേമാതിരി ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ട്. വകതിരിവില്ലാത്ത എന്തിനും പോകുന്ന ആരോഗ്യമുള്ള കുട്ടികൾ. അത് സംഭവം എന്താണെന്ന് വെച്ചെങ്കില് ഈ US കൺസോലേറ്റിലേക്ക് വെടിവെച്ച കേസ് അന്വേഷിച്ച് പിടിച്ചു പോയപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഡാർക്ക് വെബിൽ നിന്ന് ഒരു ഇറാനിയാണ് ഇവർക്ക് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ മക്കൾ അതുപോലെ തന്നെ ആ വെടിവെപ്പ് കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച തന്നെ ജൂതന്മാരുടെ സിനഗോഗ് എന്ന് പറയും, അവരുടെ ആരാധനാലയം, അതിലും പോയിട്ട് ഒരു ചക്ക ഇതേപോലത്തെ പോയിട്ട് വെടിവെപ്പ് നടത്തി. ഇതിനൊക്കെയും കൊട്ടേഷൻ കൊടുക്കുന്നത് എവിടെന്നാ? ഈ സാധനത്തിൽ നിന്നാണ്. ഗെയിം കളിക്കുന്ന ഫോറങ്ങള്, ചാറ്റ് റൂമുകള്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? നമ്മുടെ മക്കളും ഇതിനകത്തേക്ക് തന്നെയാണ് ഇപ്പൊ ജീവിക്കണേ. തീർച്ചയായിട്ടും ഈ വക സാധനങ്ങൾ വളരെ നല്ലതാണ്. ഇപ്പൊ ആ പയ്യൻ ആദ്യം കാർ ഓടിച്ചിട്ട് നേരെ പോയി, സിമുലേറ്റർ ആണത്. അത് സിമുലേറ്റർ വെച്ച് ഓൺലൈനിൽ അവൻ ഗെയിം കളിച്ച് അവന് ആ ഒരു എന്താ പറയാ റോട്ടിൽ ഓടിക്കുന്ന സെയിം എക്സ്പീരിയൻസ് കിട്ടി അവന്റെ തറക്കവും ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറി. അപ്പൊ പിന്നെ അവന് റോട്ടിലേക്ക് ഇറങ്ങാനായിട്ട് യാതൊരു മടിയില്ല. പക്ഷേ റോട്ടിൽ അവൻ ഗെയിം കളിക്കുന്ന പോലെ ഈ സാധനം ഓടിച്ചപ്പോഴാണ് പ്രശ്നമായത്. അതായത് സൂപ്പർവൈസിങ് ഇല്ലാതെ ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ അപകടം
ഇത് വെടിവെച്ച് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ട് ഈ സിമുലേറ്റർ കാറിന്റെ ഗെയിം കളിക്കുന്ന ആ കമ്പനിക്കാർക്ക് ഒരു കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. പോവാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോവും. കമ്പനിക്കാർക്ക് ഇതല്ലെങ്കിൽ വേറെ ആൾക്കാരെ കിട്ടും. ഡാർക്ക് വെബ് ഇരിക്കുന്നവനും അതല്ലെങ്കിലും വേറെ ആൾക്കാർ കൊട്ടേഷൻ കൊടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് മക്കള് തൻ കുഞ്ഞ് കാക്കയ്ക്ക് മൺകുഞ്ഞ് എന്നല്ലേ പറയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ഓഫ് ടൈം നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കുക. ഒപ്പം തന്നെ എന്ത് ഗെയിം ആയിക്കോട്ടെ. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെ വരണമെന്ന് വെച്ചാല്, ഇപ്പൊ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ NFS കൊണ്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് ഇടിക്കണു പൊളിക്കണു അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൻ്റെക്കും ഒരു ക്ലാസ് ഒരു റേഞ്ച് എന്ന് പറയുന്നത് പോലീസുകാരെ ഇടിച്ചിട്ട് പോവാന്നുള്ളതാ. വെറുതെ പോലീസ് അവിടെ കിടക്കണ്ടതിന് പോയിട്ട് വട്ടം കറങ്ങി തിരിച്ചു വന്ന് പോലീസിനെ ഇടിച്ചിട്ട് പോവും. ഇത് ഗെയിമിൽ നടക്കും, റിയൽ ലൈഫിൽ നടക്കില്ല. അപ്പോ ഇവര് ഈ ഗെയിമിനകത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇതും റിയൽ ലൈഫായിട്ട് നമ്മൾ പറയും, താൻ എന്തിട്ട് വർത്താനുണ്ടോ പറയണേ, ഈ ഗെയിം കളിച്ചു പോയിട്ട് റിയൽ ലൈഫിൽ കൊണ്ടുവരാന്ന്. AI ആയിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത യുവാവുള്ള നാടാണ് ഇപ്പൊ ഇത്. നമ്മുടെ നാട്ടിൽ ഇത് വരാൻ പ്രത്യേകിച്ച് കരുതും വേണ്ട. കാരണം നമ്മൾ എന്തിനും തൊട്ടതിനും പിടിച്ചതിനും ഇപ്പൊ AI നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണേ. നല്ല സാധനമാണ്. അതിനെ നമ്മൾ ആവശ്യങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അപ്പോ അങ്ങനത്തെ കാര്യത്തില് മനസ്സാണ്. ചില സമയത്ത് മനുഷ്യന്റെ മനസ്സ് നമ്മുടെ കയ്യില് നമ്മുടെ മനസ്സുകള് പിടിച്ചോർത്ത് കിട്ടില്ല. അതാണ് കുഴപ്പം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നുണ്ട്. നമ്മുടെ ഇലക്ഷൻ സമയത്ത് അമേരിക്കയിൽ ട്രംപിനെതിരെ വെടിവെച്ചിരുന്നു. ആ വെടിവെച്ച ചെക്കനെ അപ്പം തന്നെ അവർ വെടിവെച്ച് കൊന്നു. പക്ഷെ പിന്നീട് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോ സംഭവം എന്തുട്ടാ, ഈ ട്രംപിന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ അനുകൂലിയുടെ മകനാണ്. അതായത് ഈ ചെക്കന് ഈ ട്രംപിനോട് യാതൊരു എതിർപ്പില്ല. പക്ഷേ ഇതേപോലെ തന്നെ വല്ല ഗെയിമിൽ ഇരുന്ന് ചലഞ്ചുകള്, പണ്ട് ബ്ലൂ വെയില് ഒരു ടാസ്ക് ചെയ്തിട്ട് സ്വയം കൊല്ലണ അവസ്ഥയാണെങ്കിൽ ഇപ്പോ ഇതിന് അഡിക്റ്റ് ആക്കിയിട്ട് വെറുതെ ഒന്നുമില്ല, പൈസയോ എല്ലാ സാധനങ്ങളോ ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ചെയ്തോ, ഇവിടെ റെഡി മണി ഇപ്പൊ ആകാന്നും പറഞ്ഞിട്ട് ഓൺലൈനിൽ കൊട്ടേഷൻ കൊടുക്കുന്ന സിറ്റുവേഷനിലേക്ക്, അതും ഗെയിം ത്രൂ ഒരു വകതിരിവില്ലാത്ത കുട്ടികളെ. കാരണം ഇതിങ്ങനെ വന്നു, അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് പറയാനായിട്ട് വേറെ സോഴ്സ് ഒന്നുമില്ല. കൊടുക്കണം വളരെ ഈസിയാ, പക്ഷെ പണി കിട്ടുന്നത് ടാർജറ്റിക്ക് ആവില്ല. ഇടയിൽ നിൽക്കണ എന്നെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ മക്കൾക്കായിരിക്കും. മനസ്സിലാവണ്ട. നമ്മുടെ ഒന്നും മക്കളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ഒന്നും കുടുംബങ്ങളിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ, ഇപ്പൊ നാളെ ഒരു മലയാളി പയ്യനായിരുന്നു അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ മലയാളി പാരൻസിന്റെ ആയിരുന്നു അങ്ങനെ ചെയ്തതെന്ന് കേൾക്കാനായിട്ട് ഇടവരുത്താതിരിക്കട്ടെ ദൈവം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഗെയിമൊക്കെയും വേണം, എല്ലാ ടെക്നോളജിയും വേണം. പണ്ട് കാലത്ത് TV ഇറങ്ങിയപ്പോ പറഞ്ഞു വിഡ്ഢിപ്പെട്ടിയാണ്, അത് കണ്ട് ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിൻ നാശാവും, ബ്രെയിൻ പഴുത്തു പോവും, കണ്ണ് പഴുത്തു പോവും എന്നൊക്കെയും പറഞ്ഞു അല്ലെ. ഇപ്പൊ ഒരു വീട്ടില് ഒന്നല്ല ചിലപ്പോ 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ 3 ബെഡ്റൂമിലും TV ഉള്ള അവസ്ഥയിലേക്ക് കാലം മാറി. അതേപോലെ തന്നെയാണ് ഗെയിമുകള്, AI, എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഇത് ഒരു കാര്യം ഒരിക്കലും നമ്മുടെ കേരളത്തിലോ നമ്മുടെ ആൾക്കാർക്കോ ഒന്നും സംഭവിക്കില്ല എന്ന് ആരും വിചാരിക്കേണ്ട മക്കളെ. ഇതൊക്കെയും ഒരു വിളിപ്പാടകലെ നമ്മുടെ കുടുംബത്തിന്റെ എന്താ പറയാ പരിസരത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ബെഡ്റൂമുകളിൽ ഈ സാധനം എത്തൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് സന്തോഷം കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പക്ഷെ അത് അവരുടെ ഭാവിയും കൂടി തൊലയ്ക്കണ അവസ്ഥയിലാവരുത്. ഓക്കെ. അപ്പോൾ ഇത് പിന്നെ ഇതുപോലെ തന്നെ എല്ലാവർക്കും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് പലരും ചിന്തിക്കാത്തൊരു മാറ്റർ ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് കാണുക, ഒരു ന്യൂസ് കണ്ടു ആ പോയി. ഇപ്പൊ ഞാനിത് അന്വേഷിച്ച് പിടിച്ചെടുത്തത് CBC എന്നുള്ള ന്യൂസിൽ നിന്നാ, കനേഡിയൻ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് അവിടെ പോയിട്ട് ഇത് കാണാം. ഓക്കെ. അപ്പൊ ശരി, നട്ടാ നടക്കട്ടെ.